10 മിനിറ്റിൽ 5 ബർഗർ കഴിച്ചു തീർക്കുകയാണെങ്കിൽ നമ്മൾ അവർക്ക് 5000 രൂപ കൊടുക്കാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ സബ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 3000 രൂപ മാത്രമേ കിട്ടത്തുള്ളൂ. ഇത് 2 പേരുടെ ചലഞ്ചാണ്. വിന്നർ കൺഫേം ആണ് ഗൈസ്. 10 മിനിറ്റ് കൊടുക്കുന്നേ ഉള്ളൂ, പക്ഷെ അത്യാവശ്യം കോമ്പറ്റീറ്റീവ് മൈൻഡിൽ തന്നെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും എക്സ്ട്രാ ടൈം കൊടുക്കുന്നതാണ്. നമ്മൾ വന്നേക്കുന്നത് പാലാരിവട്ടത്തുള്ള ബർഗർ ലോഞ്ചിലാണ് വന്നേക്കുന്നത്. നോക്കട്ടെ, ഇത് 2 പേരുടെ ചലഞ്ച് ആയതുകൊണ്ട് ഇരട്ടിപ്പണിയാണ്. നിങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ 2 പേരുടെ ചലഞ്ച് സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം 2 പേരുടെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകുള്ളൂ എന്നുള്ള രീതിക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 പേരുടെ ചലഞ്ച് സെറ്റ് ചെയ്തേക്കുവാണ്. ഇനി റോട്ടിൽ നിന്ന് 2 പേരെ കിട്ടുമെന്ന് അറിയാൻ പാടില്ല. കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരാളോ ചെയ്യും. നിങ്ങളൊന്നും പറയരുത്, ഒരാളോ ചെയ്യണം. ഞാൻ ഓഫീസിൽ നിന്ന് വന്നേക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ കൊല്ലത്തിൽ നിൽക്കുന്നത്. ഒത്ത കഴിക്കാൻ പറ്റുന്ന പോരാളികളെ കിട്ടണം. ഒരു ആൺകൊച്ചിനെയും ഒരു പെൺകൊച്ചിനെയും കിട്ടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ അത് നടക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. എങ്കിലും കിട്ടണ പോലെ നമ്മൾ എന്തായാലും ചെയ്യും. നോക്കട്ടെ, കംപ്ലീറ്റ് ക്വാണ്ടിറ്റി കഴിച്ച് തീർക്കാൻ പറ്റിയില്ല, ആ ടൈമിനുള്ളിൽ കഴിച്ച് തീർക്കാൻ പറ്റിയില്ല, അങ്ങനെ എന്തെങ്കിലും ടാസ്ക് ഉണ്ടെങ്കിൽ ലീഡ് ചെയ്യണവർക്ക് നമ്മൾ എന്തായാലും പൈസ കൊടുക്കും. അത് സബ്ബാണെങ്കിൽ 1000 കൊടുക്കും, സബ് അല്ലെങ്കിൽ 500 കൊടുക്കും. നിങ്ങൾ കൂട്ടുകാരല്ലേ, ഒരാൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കുഴപ്പമുണ്ടോ? കാരണം എന്നറിയോ, കൂട്ടുകാരും കൂടി 2 പേരുടെ ചലഞ്ചാ. ഒരാൾ നിൽക്കുക, മനസ്സിലായ? എന്നിട്ട് നമ്മൾ ഇനി വേറൊരാളെ കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് ചലഞ്ച്. വേറൊരാളെ കണ്ടുപിടിക്കണം. നിനക്ക് കോമ്പറ്റീറ്റീവ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ നീ തന്നെ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ നിനക്ക് തന്നെ തരുക. അപ്പം നമുക്ക് പുതിയ 2 സബ്സ്ക്രൈബറിനെയും കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഒരാളെയും കൂടി കണ്ടുപിടിക്കണം. നീ സബ് ചെയ്തിട്ടില്ലായിരുന്നല്ലോ നേരത്തെ? ഇവൻ നീയും ചെയ്തിട്ടില്ലല്ലോ. 2 പേരും നമ്മുടെ സബ്സ്ക്രൈബർ അല്ല. സബ്സ്ക്രൈബർ ആയിരുന്നെങ്കിൽ വിന്നിങ് പ്രൈസ് 5000. സബ് അല്ലാത്തതുകൊണ്ട് നീ വിന്നിങ് പ്രൈസ് 3000. ഇനി എന്തായാലും ഈ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത പ്രൈസ് കൺഫേമാണ്. അതായത് ഇപ്പോൾ 10 മിനിറ്റാണ് നമ്മൾ ടൈം കൊടുത്തേക്കുന്നത്. പക്ഷേ ആ 10 മിനിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആ 5 ബർഗർ നീ കഴിച്ചില്ല എന്ന് വെച്ചോ, ഞാൻ എക്സ്ട്രാ ടൈമും കൂടി കുറച്ചുകൂടി തരും. എന്നിട്ട് നീ നോക്കിയിട്ട് നിനക്ക് പറ്റിയില്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന ആൾക്ക് നമ്മൾ ഒരു 500 കൊടുക്കും. നീ സബ് ആയിരുന്നെങ്കിൽ 1000 കിട്ടിയാനെ. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ മൊത്തം? ഇതേപോലെ ഇവിടെ കടൽ പോലെ കിടക്കുക. നമുക്ക് ആരും എടുക്കുകയാണെങ്കിലും പോയി അപ്രോച്ച് ചെയ്ത് ചോദിക്കാം. ഇതൊക്കെയാണ് ചലഞ്ച്. ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി. ഒരു രസമല്ലേ? കുറച്ചാൾ കഴിയാൻ നേരത്തെ ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കാം. പേരെന്തായിരുന്നു നിന്റെ പേര്? ഇപ്പോഴാണ് ചോദിക്കണേ. പേരെന്താ? തോമസ് കുട്ടിയാ? തോമസ് കുട്ടി വിട്ടോടാ. ഇവിടെ കലക്കം പേര്. ഈ പേര് ഞാൻ ആദ്യം ഇട്ടേക്കണേ. നിന്റെ പേരെന്താടാ? നീ അല്ലേ പാർട്ടിസിപ്പേറ്റ് ചെയ്യണത്? കുഴപ്പമില്ല, നിക്കേ, പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നമുക്കിനി ഒരാളെ കണ്ടുപിടിക്കണം. നിങ്ങൾ തിരക്കിട്ട് പോണേലല്ലോ, കുഴപ്പമില്ല. പക്ഷേ കുഴപ്പമില്ല, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ആവരുത്. എനിക്ക് അത്രേ ഉള്ളു. അതുകൊണ്ടാണ് നമ്മ ഫ്രണ്ട്സിനെ പിടിക്കൂല എന്ന് പറഞ്ഞത്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. എടാ കുഴപ്പമില്ല, ആരെങ്കിലും ജയിച്ചോട്ടെ, നമുക്ക് ഷെയർ അടിക്കാം, ആ മൂഡ് പിടിക്കരുത്. ബർഗർ ലോഞ്ചിലാണ് ചലഞ്ച്. ഇത് ഇവനെ ഞാൻ റാൻഡംലി പിക്ക് ചെയ്താൽ ഇവിടെ നിന്ന്. ഓക്കെ, അവിടെ നിന്ന് ബർഗർ തരും. 10 മിനിറ്റിനുള്ളിൽ കഴിച്ചു തീർക്കുക. വിന്നിങ് പോപ്പോയി എന്നുള്ള ചാനൽ, നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരാളെ കിട്ടിയിട്ടുണ്ട്. സബ്സ്ക്രൈബർ അല്ല നമ്മളുടെ. നീ ജയിക്കുവാണെങ്കിൽ 3000, നീ ജയിക്കുവാണെങ്കിൽ നിനക്ക് 3000. ഓക്കെ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് 2 പേരെ റാൻഡംലി കിട്ടിയിട്ടുണ്ട്. വണ്ടി എടുത്തോ, അങ്ങോട്ട് പോയിക്കോ. ബർഗർ ലോഞ്ച് ചെയ്യണ്ട, നേരെ അങ്ങോട്ട് വിട്ടോ. വാടാ, നീ മിക്കവാറും തോക്കുമെന്ന് തോന്നണടാ. നമ്മളുടെ ബർഗർ ലോഞ്ചിന്റെ മാനേജറും കൂടി വന്നിട്ടുണ്ട്. കുറച്ച് നാണമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് മറ്റേ എന്തേടാ കറങ്ങി അപ്പുറം വരാമെന്ന് പറഞ്ഞിട്ട് കാണാനല്ലേട്ടാ. നമുക്ക് ഫസ്റ്റ് കിട്ടിയേക്കണ അപ്പുക്കുട്ടനാ, എന്താടാ തോമസ് കുട്ടി. ഫസ്റ്റ് കിട്ടിയേക്കണ തോമസ് കുട്ടി ഇവിടെ ഉണ്ട്. നീ വാടാ ഇവിടെ. ഇവനാണ് ഇവിടുത്തെ ബർഗർ ലോഞ്ചിന്റെ മാനേജർ. ഇത് നമുക്ക് 2ാമത് കിട്ടിയേക്കണ ബ്രോന്റെ പേരെന്തായിരുന്നു? നൗഫലും തോമസ് കുട്ടിയും കൂടി നടക്കണത് യുദ്ധം. നീ വെറുതെ ഇരിക്കണ്ട, നിനക്കും എന്തായാലും തരണം. വാടാ മോനെ മാനേജറെ. ഇവിടെ വന്നിട്ട് കഴിക്കാനായിട്ടൊക്കെ വന്നിരിക്കുവാണെങ്കിൽ കലക്കൻ ആംബിയൻസ് താഴ്ത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ആംബിയൻസ് പോരാങ്കിൽ മേലിലുണ്ട്. നിനക്ക് ടെൻഷൻ വേണ്ട? ഇല്ല, ഒരു ടെൻഷനും ഇല്ല. എന്തിനു കഴിച്ചാ പോലെ. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 ബർഗർ വെച്ചിട്ട് 2 പേർക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഫുഡ് വരുന്നു, ഇത് 2 തീർത്തിട്ട് അടുത്തതിലേക്ക് ഓർഡർ കൊടുക്കുമ്പോൾ 5 പറഞ്ഞേക്കണം. അടുത്തതിലേക്ക് ഓർഡർ കൊടുക്കാൻ നേരത്ത് നമ്മൾ എന്തായാലും ടൈമർ പോസ് ചെയ്യുന്നതാണ്. ഇത് മാത്രമല്ല, ലീഡ് ചെയ്യണവർക്ക് എന്തായാലും പൈസ കൺഫേം ആണ്. ഓക്കെ, എൻ്റെ ഇന്ന് എന്തായാലും പൈസ അത് നിങ്ങൾക്ക് ആർക്ക് കിട്ടുമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഡൗട്ട്. 2 ടൈപ്പ് ബർഗർ നമ്മൾ ഒരാൾക്ക് വെക്കാൻ പോണെയാണ്. ഇനി അടുത്ത ബർഗർ വരാൻ പോകുന്നുണ്ട്. ഒരാൾക്കുള്ള ബർഗർ ഇവിടെ എത്തിയിരിക്കുന്നു. ഗൈസ് പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖമില്ല. അപ്പോൾ നമ്മളുടെ അടുത്ത ബർഗറിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അതും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. 2 ബർഗർ കൊണ്ടുണ്ട്. അവൻ്റെ ഫേസ് കാണാനല്ലോ ഇപ്പം, അതിലേക്കൂടെ നോക്കുമ്പോൾ എന്തായാലും ലീഡിങ് പ്രൈസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ജയിച്ച എന്തായാലും പൈസ തരും. പൈസ തരാം.
വണ്ടിയിലാണോ? ആ കുഴപ്പമില്ല പൈസ ഉണ്ട്, എടുത്ത് കാണിച്ച് ഇങ്ങനെ പിടിക്കാൻ നോക്കി. ജിപേ എങ്കിലും ചെയ്ത് ഞാൻ തരും. അടുത്ത ചലഞ്ച് ചെയ്യാനുള്ള ബർഗറും ഇവിടെ എത്തിയിട്ടുണ്ട്. ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ കേട്ടാ. റെഡി അല്ലേ? റെഡി അല്ലേ? സ്റ്റാർട്ടായി. ഓക്കെ, ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈയോടാ ദൈവം വേറെ സ്ട്രാറ്റജി പിടിച്ചിട്ടാ. എടാ അത് കൊള്ളാല സ്ട്രാറ്റജി. ഞാൻ ഓർത്തേച്ച് എന്താണെന്നറിയോ, ഇവൻ ഈ ബർഗർ ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് കഴിക്കുമെന്ന് ഞാൻ ഓർത്തേച്ചത്. പക്ഷേ ഇവർ വേറെ രീതിക്കാണ് സ്ട്രാറ്റജി ഉപയോഗിച്ചേക്കുന്നത്. ഇയാളെ ഭയങ്കര അവനാണ് ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത്. അപ്പൊ നിനക്കാര് പറഞ്ഞു ഈ ഐഡിയ? ഈ ഐഡിയ ഇവൻ കണ്ടിട്ട് കോപ്പി അടിച്ച്. പണ്ട് ക്ലാസ്സിൽ പഠിക്കുന്ന കോപ്പി അടിച്ചിട്ടുണ്ടോ? ആ കോപ്പി അടി ഇവൻ ഇവിടെ ഗുണപ്പെട്ട്. ഒന്ന് നോക്കണ്ട, കഴിച്ചു വെച്ചു. സമയം നമുക്കിവിടെ ഏകദേശം 47, ഏകദേശം 1 മിനിറ്റ് ആകാൻ പോണതേ ഉള്ളൂ. ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. നീ ഈ സ്ട്രാറ്റജി തന്നെ ഉപയോഗിച്ച് എങ്ങനെയുണ്ടോ കഴിക്കാൻ പറ്റണോണ്ടാ? ഈ സ്ട്രാറ്റജി തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിനക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിച്ചോ? എടാ പെട്ടെന്ന് കഴിയടാ, ജയിക്കണ്ടേ? ലീഡ് ചെയ്യണവർക്ക് പൈസ കിട്ടാ. പനയൊന്നും കിട്ടൂല ഇവിടെ നിന്ന്, നിനക്ക് ബർഗറേ കിട്ടൂ. പയ്യത്തുന്നിട്ട് കാര്യമൊന്നുമില്ല. പയ്യത്തുന്ന പനയും തിന്നാന്ന് പറഞ്ഞിരിക്കണാണ്. എടാ കഴിക്ക്, സ്പീഡിൽ കഴിച്ചോ. മാക്സിമം നിനക്ക് പറ്റണ അത്ര സ്പീഡിൽ കഴിച്ചോ. നീയും സ്പീഡിൽ കഴിച്ചോ. പിന്നെ ഒരു പൈസ കേട്ടോ എന്തായാലും. 6 ടെമ്പർ. ഓക്കെ, പക്ഷെ ഇറങ്ങാൻ വെള്ളം തൊണ്ടേ കിട്ടിയാൽ അവന് വെള്ളം വേണമെന്ന് പറഞ്ഞേക്കണേ. അതിനുള്ള വെള്ളമൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സീനാണോ? എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറയാൻ പറ്റുമോ? ഓ മൈ ഗോഡ്, ഞാൻ പറയണോ? ഓക്കെ. ഹലോ, ഞങ്ങൾ ഇവിടെ ഒരു ഫുഡ് ചലഞ്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇവിടെ പെട്ടിരിക്കുകയാണ്. ഞാനൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബർഗർ ലോഞ്ചിലുണ്ട് പാലാരിവട്ടത്തിലുള്ള. വരാൻ പറ്റുമോ ഇങ്ങോട്ട്? അപ്പോൾ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ വിളിച്ചു തുടങ്ങി. വേണ്ടപ്പെട്ട ആരാണെന്ന് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യുക. ലവർ, വൈഫ്, പിന്നെ ആരെ പറയണം? ഫാമിലി മെമ്പേഴ്സ്, പിന്നെ ആരെ പറയണം? കസിൻസ്. ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ വേണ്ടപ്പെട്ട ആരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ സെയിം ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആരാന്ന് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൾ വിളിക്കുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് ഈ 2 ബർഗർ തന്നെ 10 മിനിറ്റ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. സ്പീഡിൽ കഴിയണം. ഇതെന്താ പറ്റണല്ലോ നിനക്ക് എങ്ങനെയാ? കറങ്ങുന്നുണ്ട്. അത് ഇച്ചിരി ടാസ്ക് ആയിപ്പോയല്ല ദൈവമേ. ഓക്കെ, നമുക്ക് ടൈം ഇവിടെ ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ചിലപ്പോൾ എക്സ്ട്രാ ടൈം തരികയൊക്കെ ചെയ്യും. എന്ന് വെച്ചാൽ അങ്ങോട്ട് തീർക്കാനായിട്ട് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ അങ്ങനെ എന്തല്ലട്ടാ. സീനിലല്ല. ഓക്കെ, എങ്ങനെ ടേസ്റ്റി ആണോ? സെറ്റല്ലേ അല്ലേ? ഇതിനു മുമ്പ് ആരും ബർഗർ ലോഞ്ച് വന്നിട്ടില്ലെങ്കിൽ നേരെ പോരുക. നൈസ് ആംബിയൻസിലൊക്കെ ഇരുന്ന് പാലാരിവട്ടത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് ഇവിടെ ഇരുന്ന് ബർഗറൊക്കെ വെച്ച് ചില്ലായിട്ട് വിട്ടിരിക്കുക. ഓക്കെ, ഇവിടെ കഴിയടാ. അങ്ങോട്ട് 2 പാറ്റി എടുക്ക്, 2 പാറ്റി കൂട്ടിപ്പിടിക്കും. നമ്മുടെ ചലഞ്ച് ഇവിടെ ഏകദേശം 4 മിനിറ്റ്. ഇപ്പോൾ ഏകദേശം ഹാഫ് ഓഫ് ദ ടൈം ആകാൻ പോകുന്നുണ്ട്. 10 മിനിറ്റ് എന്നുള്ളത് നമ്മൾ എന്തായാലും കൂട്ടും. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഹാഫ് ഓഫ് ദ ടൈം ആകാൻ പോകാൻ നേരത്ത് ഇവൻ ഇവിടെ ഓൾമോസ്റ്റ് ബർഗറിൻ്റെ ഓൾമോസ്റ്റ് തീരാറായി. പക്ഷെ ഇവൻ്റെ അങ്ങാട് ഓൾമോസ്റ്റ് തീരാറായിട്ടില്ല. എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, ഇവിടെ കുറച്ചുകൂടി ഉണ്ട്. ഇവൻ ഏകദേശം തീരാറായിട്ടുണ്ട്. ഒരു ചീസും ഒരു ഓംലേറ്റും പിന്നെ ഒരു ബണ്ണും മാത്രമേ ഉള്ളൂ. ഇവന് പക്ഷേ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. 2 പാറ്റിയും ആ ഓംലേറ്റും പിന്നെ ബണ്ണും ഒക്കെ ഉണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഇവനുണ്ട്. എടാ സ്പീഡിൽ കഴിക്കും. ഇത് കണ്ട ഇതൊക്കെ ഇരിക്കുന്നത്. ഇതൊക്കെ ഇനി ആര് കഴിക്കും? ഞാൻ കഴിക്കില്ല കേട്ടോ. പെട്ടെന്ന് കഴിച്ചു തീർത്താൽ നിനക്ക് ജയിക്കുക, പൈസ മേടിക്കുക, പോകുക. നീ ആദ്യം വന്നപ്പോൾ ഒരു ഇൻട്രസ്റ്റ് കാണുന്നില്ലല്ലോ. ആര്? ഞാനാ? ഇത് പയ്യെ അടിച്ചേക്കാം. അകത്തോട്ടിയല്ലേ? ഇറങ്ങണില്ലേ നിനക്ക്? ഇറക്കങ്ങാണ്ട് ഇത്തിരി സ്പീഡിൽ കഴിക്കും. നീ കൈ വെച്ച് പിടിച്ച് കഴിച്ചു നോക്കിയേ. എടാ വെള്ളമൊക്കെ വന്നിട്ടുണ്ടാ. വെള്ളം വേണമെങ്കിൽ വെള്ളമൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. എന്താണ്? അല്ല, വെള്ളം എടുത്ത് വെച്ചോളാൻ പറഞ്ഞ. വെള്ളം ആവശ്യത്തിനൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. നീ അത്യാവശ്യം സ്പീഡിൽ കഴിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അതങ്ങനെ പിടിച്ചടിക്കും. അത് തന്നെ. അപ്പോൾ ലാസ്റ്റത്തെ ബർഗറിൻ്റെ അതെ ഇവന് വെള്ളം വേണ്ടി വരും. ഓക്കെ, വെള്ളം എടുത്തോ. വെള്ളം എടുത്ത് എടാ വെള്ളം എടുക്കാം. നീ കൂടോ, കമോ. ഇന്നാ ഒരാൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വെള്ളം കൊടുത്തിട്ടുണ്ട്. ഇവൻ ലാസ്റ്റത്തെ പോർഷൻ, ബർഗറിൻ്റെ ലാസ്റ്റത്തെ പോർഷൻ ദേ കഴിക്കി സ്പീഡിൽ കഴിച്ച് തീർക്ക്. സമയം നമുക്ക് അത് കുഴപ്പമില്ല. ലാസ്റ്റത്തെ പോർഷൻ നമുക്കിവിടെ ഏകദേശം 5.5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സമയം പോണ പോക്ക് ഉണ്ടാ നീ. എന്താണ് സമയത്തിൻ്റെ ഒരു പോക്കേ അല്ലേ? ഇവൻ ഏകദേശം ഇപ്പം കുറച്ച് പുറകിലാണ് കേട്ടോ. അത്യാവശ്യം സ്പീഡിൽ കഴിച്ച് കുറച്ചധികം പുറകിലാണ്. അത്യാവശ്യം സ്പീഡിൽ കഴിച്ച് കഴിഞ്ഞാൽ ഇനി ലീഡ് ചെയ്യാം. ഇതിൻ്റെ മേലിൽ ലീഡ് ചെയ്യും. ഇതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ കഴിക്കും. നീ വേഗം കഴിക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ബർഗറിലേക്ക് പോകാനായിട്ട്.
എവിടെയെങ്കിലും വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിനക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ കഴിച്ചേ പറ്റൂ എന്നുള്ള സീനൊന്നും നമ്മൾ ഇടത്തില്ല. കാരണം ഫുഡ് ചലഞ്ചാണ്. അപ്പോൾ ഒരാളുടെ ലിമിറ്റ് അവർക്കേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ഫോഴ്സ് ചെയ്ത് കഴിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വരുത്തി വെക്കണേക്കാൾ നല്ലത്. ഇത്ര വലിയ ബർഗർ പ്രതീക്ഷിച്ചില്ല. ഓക്കെ, ഇത്രയും വലിയ ബർഗർ എന്തായാലും പ്രതീക്ഷിച്ചില്ല. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ബർഗറാണ് കേട്ടോ എന്തായാലും ഇവിടുത്തെ. ചെക്കൻ ഇവിടെ ഫസ്റ്റ് ബർഗർ ഇവിടെ അതിസാഹസികമായി ഫസ്റ്റ് ബർഗർ ഇവിടെ തീർക്കാൻ പോകുകയാണ്. എടാ പകുതിയും കൂടി ഇപ്പോട്ടെ നിറച്ച് കണ്ണൂക്ക് എടാ സ്പീഡിലടിച്ചേ. കമോൺ കമോൺ തോമസ് കുട്ടി കമോൺ. ഇവിടെ മറ്റേ വെള്ളവും കൂട്ടി മിക്സിംഗ് ആണ് ഫുള്ള് സ്പീഡില്. ആ കോമ്പറ്റീറ്റീവ് മൈൻഡ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടക്ക് വീഡിയോ ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. നമ്മളെ മാത്രം കാണാറില്ല, റോട്ടിലെ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതേപോലെ കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്, നമ്മളെയൊന്നും ആരും കാണുന്നില്ലല്ലോ റോട്ടിൽ വെച്ച്. അങ്ങനെ പറയുന്നവരെ ഒരാളെ നമ്മ ഇവിടെ കറക്റ്റ് കണ്ടെത്തിയിരിക്കുന്നതാണ് ഗൈസ്. മാക്സിമം എഫേർട്ട് ഇട്ടാ ജയിക്കാം. നീ പറയണത് ദേ ഇവനേക്കാളും ലീഡ് ചെയ്താലും നിനക്ക് കിട്ടും, നീ ഇവനേക്കാളും ലീഡ് ചെയ്താലും നിനക്ക് കിട്ടും. എന്നാ ഡീല് നടക്കൂല കേട്ടോ. ഇവിടെ ഒരു ഡീല് നടക്കൂല. 250 എനിക്ക് 250 നിരക്ക് കണ്ണു കഴിക്കാത്ത കൂട്ടത്തിലാ. പട്ടപ്പട്ടെ എന്ന് പറഞ്ഞ പോട്ടെ, കഴിച്ചു ധൈര്യമായിട്ട് കഴിച്ചു. എന്നാ അടുത്ത ആൾക്ക് നമ്മൾ കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട്. എടാ ഇവനുണ്ടല്ലോ അതെ, ഇത് ഓൾമോസ്റ്റ് ഇവിടെ എന്തായാലും തീർക്കാൻ പോണേന്ന്. ഇനി എടാ നീ ഇത് എന്തോരം മതിയാക്കിയാ? ഇതെന്ത് ചലഞ്ച് ഇത്? കണ്ണീന്ന് വെള്ളം വന്നുന്നാ ഇവിടെ ഒരാൾ മതിയാക്കിന്നടാ. കേട്ടോ മാനേജറെ, നീ നിന്റെ ബർഗർ താങ്ങാൻ പറ്റുന്നില്ലെന്നാ പറയണേ. ഓക്കെ, ഇവിടെ ഒരാൾ എടാ ഇത് നീ തീർക്കൂല, പറ്റൂല. ഓ മൈ ഗോഡ്. ഇവിടെ എന്താണ് നിനക്ക് പറയാനുള്ളത്? പറയൂ, നിന്റെ വോയിസ് സമൂഹം കേൾക്കട്ടെ. എടാ ഇത് നീ ജയിച്ചെന്നാണ് നീ പറഞ്ഞു വന്നത്. നീ പറയൂ കമോൺ. കുറച്ച് നേരത്തെ തീർക്കായിരുന്നു. എനിക്ക് തീർക്കായിരുന്നു. ഇപ്പൊ കഴിച്ചിട്ടില്ലേ. എന്റെ പൊന്നെ, എന്താ കഴിച്ചത് നീ? എന്താ കഴിച്ചത്? ഞാൻ മറ്റേ സാൻഡ്വിച്ച് കഴിച്ചിട്ടുണ്ട്. സാൻഡ്വിച്ച്. ഓ മൈ ഗോഡ്. ഫസ്റ്റ് ബർഗറിൽ തന്നെ ഡ്രോപ്പ് ചെയ്തേക്കുവാണ്. ഫസ്റ്റ് ബർഗറിൽ, ആദ്യത്തെ ബർഗറിലാണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തേക്കണത്. അല്ല, നിർബന്ധിച്ച് കഴിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതല്ല, നിർബന്ധിച്ച് കഴിപ്പിക്കാൻ, അത് ഞാനല്ലേ പറയേണ്ടത്, നീയല്ല ഞാൻ. പുള്ളി എന്തായാലും ഡ്രോപ്പ് ചെയ്തു. ഇവിടെ വെച്ച് നൗഫൽ എന്തായാലും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ തോമസ് കുട്ടി വിട്ടോടാന്ന് പറഞ്ഞിട്ട് പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നിനക്ക് എന്താ ഞാൻ പറയുന്നത് വെച്ചാൽ, ഇവിടെ വെച്ച് നിനക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നീ ലീഡ് ചെയ്തതിന്റെ പൈസ വാങ്ങിക്കാം. അല്ലെങ്കിൽ നിനക്ക് കംപ്ലീറ്റ് തീർത്തിട്ട് 3000 വാങ്ങിക്കാം. എന്ത് ചെയ്യണം? ഇവനാണ് ഇപ്പൊ ലീഡ് ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് ഈ ലീഡ് ചെയ്തേക്കുന്നതിനുള്ള എമൗണ്ട് ആയിട്ട് പോകാം എന്നാണ് ഇവൻ പറയുന്നത്. ബാക്കിയിലേക്ക് പോയിട്ട് ഫുള്ള് തീർത്തിട്ട് ആ മാക്സിമം എമൗണ്ടിലേക്ക് ഇവൻ ടാർഗറ്റ് ചെയ്യുന്നില്ല. ഇവൻ എന്തായാലും ഡ്രോപ്പ് ചെയ്ത് ഇനി എനിക്കൊന്നും വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നതാണ് ആള്. ഇവനാണ് നമ്മളുടെ ഇങ്ങോട്ടും ആടെ കൂട്ടുകാരാ. ഒരു സന്തോഷമില്ലാത്ത നിനക്ക്? ജയിച്ചു. ഇവനാണ് നമ്മളുടെ വിന്നർ, ലീഡിങ് വിന്നറാണ് കേട്ടാ. ഫുള്ള് കഴിച്ച വിന്നർ അല്ല, ലീഡ് ചെയ്തേക്കുന്ന വിന്നർ. അപ്പൊ നിനക്കുള്ള പൈസ സബ് ആയിരുന്നെങ്കിൽ 1000 കിട്ടേണ്ട പൈസയാണ്. ഇതിപ്പോൾ സബ് അല്ലാത്തതുകൊണ്ടാണ് 500. അപ്പൊ നമ്മുടെ തോമസ് കുട്ടിയാണ് ഇവിടെ ലീഡിങ് വിന്നർ ആയേക്കുന്നത്. ഇനി മുതൽ നമ്മൾ മാക്സിമം 2 പേരുടെ ചലഞ്ച് ചെയ്യാനായിരിക്കും മാക്സിമം നോക്കുന്നത്. അത് കിട്ടുന്ന പോസിബിലിറ്റി കുറച്ച് ടാസ്ക്കാണ്. ആദ്യത്തെ ഒരാളെ കിട്ടാനായിട്ട് പെട്ടെന്ന് ഇത്തിരി താമസിച്ച് കിട്ടിയായിരുന്നു. രണ്ടാമത്തെ ആളെ കിട്ടിയത് പെട്ടെന്ന് കിട്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ലീഡിങ് വിന്നറായിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മളുടെ തോമസ് കുട്ടിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തോമസ് കുട്ടിക്ക് നമ്മൾ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിനക്ക് എന്താ പറയാനുള്ളത്? പറയൂ. സന്തോഷം. അത് മാത്രം പറയാറില്ല, ബാക്കി എന്തെങ്കിലും കൂടി പറയൂ. അല്ല, ഇത് നല്ലൊരു പരിപാടിയാ. നല്ലൊരു പരിപാടിയാ. വഴിയെ പോയപ്പോ ഫുഡും കിട്ടി, കാശും കിട്ടി. ഓക്കെ, നിനക്കിനി എന്താണ് പറയാനുള്ളത്? ഇവൻ പക്ഷേ ലീഡിങ് വിന്നർ ആയില്ല. വന്നു കഴിക്കാൻ പറ്റി, പൈസ കിട്ടില്ല. പക്ഷേ അല്ലേ, ആ പറഞ്ഞതിന് പൈസ കിട്ടി എന്ന് ഇവൻ പറഞ്ഞത് ഇവന് പറയാൻ പറ്റില്ല. ഇവന് പൈസ കിട്ടിയില്ല. ഓക്കെ, വീഡിയോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത തോമസ് കുട്ടിക്കും വീഡിയോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത നൗഫൽ കുട്ടിക്കും നമ്മുടെ പേരിലും നിങ്ങളുടെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഓക്കെ അല്ലേ? ഇനി മുതൽ 2 പേരുടെ ചലഞ്ച് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായമെന്ന് നോക്കിയിട്ട് പറ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഇവിടെ ബൈ.